ഓ കുറേ നാളായി എൻ്റെ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് വിചാരിച്ച്. എന്തായാലും നമുക്കൊന്ന് നടത്താം. എൻ്റെ കയ്യിൽ ഇപ്പോൾ $5 ലക്ഷം ഉണ്ട് ഗൈസ്. $5 ലക്ഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്തായാലും നേരെ എടുത്ത് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. പിന്നെ ഉണ്ടല്ലോ വർക്ക്ഷോപ്പിൽ ഓണറിൻ്റെ പേരാണ് ശശി. അപ്പോൾ ശശിൻ്റെ അടുത്ത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ പോകാം. കുറച്ച് ദൂരമേ ഉള്ളു ഗൈസ് അങ്ങോട്ട് പോകാം. കുറച്ച് ദൂരം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്കും ദൂരമൊന്നുമില്ല, ഇച്ചിരി ദൂരം. നമുക്ക് അങ്ങോട്ട് പോകണ്ടേ മോഡിഫിക്കേഷൻ. കുറേ നാളെ നമ്മുടെ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഇപ്പം കാര്യം നടന്നല്ലോ. ശശിയണ്ണൻ എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യുന്നു ഒന്നും എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ അവരുടെ വർക്ക്ഷോപ്പിൽ പോകുന്നത്. പുതിയ വർക്ക്ഷോപ്പാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരന് വേണം അവർ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കണം. ഇനി വലത്തോട്ട്, ഇത് കഴിഞ്ഞിട്ടിനി ഇടത്തോട്ട് ഇപ്പോൾ എത്തും വർക്ക്ഷോപ്പ്. ഇതാണ് ഗൈസ് വർക്ക്ഷോപ്പ്. ഓക്കെ, ഇവിടെ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ വണ്ടി ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ശശി അണ്ണ, ഹലോ, ഞാൻ ഇവിടെ ആരും ഇല്ലേ? ഒന്ന് വിളിച്ച് നോക്കാം ഗൈസ്. ഓക്കെ, അവരുടെ നമ്പർ ഇവിടെ ഞാൻ അടിക്കുന്നുണ്ട്. എന്തായാലും അവരെ വിളിച്ചൊന്ന് പറയാം എവിടെയെന്ന്. ഹലോ, ഗൈസ് അവരിപ്പോൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അവർ എവിടെയോ പോയിരിക്കുവാന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. ഇപ്പം എത്തും. അതെ, എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പറയാം. ശശി അണ്ണ, എൻ്റെ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് തരുക. നിനക്ക് എന്താ മോഡിഫിക്കേഷൻ ചെയ്ത് തരാമല്ലോ. എന്നാൽ ഒന്ന് സ്റ്റിക്കറൊക്കെ അടിച്ചൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് തരുക. ഞാൻ ചെയ്യാന്ന്. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാം. എന്നാൽ ഒന്ന് പെട്ടെന്ന് ചെയ്തുക. പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഒന്ന് നോക്കണം എങ്ങനെയൊക്കെയാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ ചെയ്തു. ഗൈസ്, ഇവർ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് വണ്ടീൻ്റെ ഫൈൻ. ഇത് കിടിലൻ ഗൈസ്. ഞാൻ അലോയിലൊക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ച. ഇവരാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെയൊക്കെ തന്നെയാണല്ലോ ചെയ്തു തന്ന. നന്ദി. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കൊള്ളാലോ ഇത്. ഇത് സെറ്റപ്പ് സാധനം. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങളുടെ പുതിയ വർക്ക്ഷോപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്തായാലും ഉണ്ടല്ലോ അടുത്ത വീഡിയോയിൽ കാണാം. പീസ് ഔട്ട്.